തൊഴിലാളികളുടെ തൊഴിൽ കളഞ്ഞിട്ടുള്ള ഒരു വികസനം നമുക്ക് വേണ്ട. അതാണ് നമ്മൾ മലയാളികളുടെ പോളിസി. അപ്പോൾ ഗുജറാത്തിൽ കണ്ടില്ലേ കേസ്, ഈ ഒരു സംഭവം, ഈ ഒരു ബസ് കാരണം 380 ബസ്സിലത്തെ തൊഴിലാളികളുടെ, അതായത് കണ്ടക്ടർമാരുടെ പണിയാണ് കേസ് നഷ്ടപ്പെട്ടേക്കുന്നത് ഇവിടുത്തെ ഒരു വികസനം കാരണം. ഇത് കണ്ടു കഴിഞ്ഞാൽ മലയാളികൾ മൂക്കത്ത് വിരൽ വയ്ക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10-20 ലക്ഷത്തിൻ്റെ ഒക്കെ ബസ് സ്റ്റോപ്പ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതുപോലത്തെ ഒരു ബസ് സ്റ്റോപ്പ് ഇവിടെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ആ ബിൽഡിങ് ഉണ്ടാവും ഈ റോഡിൻ്റെ നടുവിലായിട്ട്. അപ്പുറത്ത് കൂടെയും ഒരു ട്രാക്ക് ഉണ്ട്, നടുവിൽ കൂടെ ഒരു ട്രാക്ക് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ നടുക്കിലൊരു ബസ് സ്റ്റോപ്പാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഇറങ്ങിയുള്ളത്. ഈ ഒരു സംഭവങ്ങളൊക്കെ എല്ലാവരും കാണണ്ടേ, എല്ലാവരും കാണണം. എന്താ സംഭവം എന്നൊക്കെ നമ്മളെല്ലാവരും അറിയണം. ഇത് അറിയാതെ പോരുത്. ഇങ്ങനെയൊക്കെ വികസനം ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് നന്മയാണ് ഉണ്ടാവുക, തിന്മയാണ് ഉണ്ടാവുക എല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ബൈക്ക് ഇതാട്ടാ ഇവിടെ വെച്ചിട്ടുണ്ട് റോഡ് സൈഡിൽ. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പോലീസ് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു പേടിയുണ്ട്. അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് നമ്മൾ ബസ്സിൽ കയറാൻ പോയില്ല. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഓഫീസുള്ളത് കേട്ടോ. അപ്പോൾ ഓഫീസിലേക്ക് പോണ വഴിയാണിത്. അപ്പോൾ ബൈക്ക് നേരെ ഓഫീസിൻ്റെ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ സേഫായിട്ട് അവിടെ തന്നെ ഇരുന്നോളും. അപ്പോൾ ഞാൻ നേരെ ബൈക്ക് അവിടെ കൊണ്ടുവയ്ക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് കാണിച്ചൊരു സംഭവം, ഈ ഫ്രണ്ടിൽ കാണുന്ന ബസ്സിൽ നീല, അത് ഡീസൽ ബസ്സാണ് കേട്ടോ. അതിൻ്റെ ബാക്കിലുള്ളത് ഇലക്ട്രിക് ബസ്സും, ഈ ഒരു വെള്ളയും ഓറഞ്ചും കാണുന്നത് 380 ബസ്സാണ് കേട്ടോ ഇവിടെ BRTS എന്ന ഒരു സംവിധാനത്തിൽ കൂടെ ഓടുന്നത്. അതിൽ കണ്ടക്ടറൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതാ ഞാൻ വേറൊരു ബസ്സും കൂടി കാണിച്ചു തരാം, AMTS എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു റെഡ് ബസ്, ഇത് സിറ്റിയിൽ നിന്ന് മാറി കുറച്ച് ഉൾപ്രദേശങ്ങളിലേക്കും ചെറിയ ചെറിയ ഗല്ലിയിലേക്കൊക്കെ പോകുന്ന ബസ്സാണ് കേട്ടോ ഇത്. ഇതിന് ആ ഒരു ട്രാക്കിൽ കൂടെ ഓടാനുള്ള അനുമതി ഇല്ല. ആ ഒരു BRTSൻ്റെ ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളംബിയയിലത്തെ ബസ്സിൻ്റെ സിസ്റ്റം അതാണ് കേട്ടോ ഇവിടെ നടപ്പാക്കിയേക്കുന്നത്, അഹമ്മദാബാദിൽ ചെയ്തേക്കുന്നത്. ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു മിനി മെട്രോ തന്നെ പറയാം, റോട്ടിലൂടെയുള്ള ഒരു മിനി മെട്രോ എന്ന് തന്നെ പറയാം കേട്ടോ. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബസ്സിൻ്റെ ട്രാക്കിലൂടെ വേറെ വണ്ടികളൊന്നും ഓടിക്കാൻ പാടില്ല. അതായത് പോലീസ് വണ്ടി, എല്ലാ എമർജൻസി കേസുകളിലും മാത്രം, ഇല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ആംബുലൻസ്, ഫയർ എൻജിൻ, ഇങ്ങനത്തെ വണ്ടികൾക്ക് മാത്രം പോകാനായിട്ടുള്ള ഒരു ട്രാക്കാണ് കേട്ടോ അതിപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. പൊതുവേ മെയിനായിട്ട് ബസ്സിന് വേണ്ടിയിട്ടാണ്. പിന്നെ എമർജൻസി സിറ്റുവേഷനിൽ ഇന്ന വണ്ടികളൊക്കെ യൂസ് ചെയ്യാമെന്നുള്ള മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ട്രാക്കിലൂടെ നടന്നൊന്നും പോകാൻ പാടില്ല കേട്ടോ. ഞാനിപ്പോൾ നടക്കുന്നത് വല്ല പോലീസുകാരുണ്ട് കഴിഞ്ഞാൽ എനിക്ക് നല്ല ചീത്തയൊക്കെയുള്ളൊരു വകുപ്പുണ്ട്. ഞാൻ വേഗം നടക്കുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ റോഡും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നടുവിലത്തെ ട്രാക്കാണ് കേട്ടോ. ഇതിൽ കൂടെ വണ്ടികൾ അധികം വരില്ല, ബസ് മാത്രമേ വരുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവർ. ഗാർഡനിങ് നല്ല രീതിയിൽ മരങ്ങളൊക്കെ വെച്ച് നല്ല അടിപൊളിയൊക്കെ ഉണ്ട്. 2009 കേട്ടോ ഈ ഒരു ആശയത്തിന് ഇവിടെ തുടക്കം കുറിക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ ഇവർ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഡൽഹിയിലത്തെ ബസ് സിസ്റ്റത്തിനെ അവിടെ ഉണ്ടായ കുറേ തെറ്റുകളുണ്ട്, അതിൽ നിന്ന് ഞങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവർ തുടങ്ങിയത്. ആ സംഭവം കറക്റ്റായിട്ട് നടപ്പിലാക്കിയത് തന്നെ വേണം പറയാനായിട്ട്. ഒരു തെറ്റിനൊരു പഴുതില്ലാത്ത രീതിയിൽ തന്നെയാണ് കേട്ടോ ഇവർ ഈ ഒരു സംവിധാനം ഇവിടെ എക്സിക്യൂട്ട് ചെയ്തെന്ന് തന്നെ പറയാം. 2009 ഈ ഒരു സംവിധാനം തുടങ്ങിയപ്പോൾ വെറും 80 കിലോമീറ്റർ ആണ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇത് 160 കിലോമീറ്റർ മുകളിലേക്ക് ഈ ഒരു സംവിധാനം വളർന്നു. അതുപോലെ തന്നെ 150 ഇലക്ട്രിക് ബസ്സും ബാക്കിയുള്ളതൊക്കെ ഡീസൽ ബസ്സുമാണ്. 380 ബസ്സാണ് കേട്ടോ 2023 കണക്ക് പ്രകാരമുള്ളത്. പിന്നത്തെ ഇവിടുത്തെ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര സ്റ്റേഷനാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ മെട്രോ സ്റ്റേഷൻ തന്നെ പറയാം നമുക്ക്. ഇവിടെ തന്നെ എല്ലാ കാര്യങ്ങളും മെട്രോയിലുള്ള പോലെ തന്നെ റൂട്ടും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടേക്കുള്ള ചാർജുകളും കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ദൈവാനുഗ്രഹത്താൽ എല്ലാം എഴുതി വയ്ക്കുന്നത് ഗുജറാത്തിലായതുകൊണ്ട് നമുക്ക് വലിയ കാര്യത്തിലൊന്നും മനസ്സിലായില്ല കേട്ടോ. അതുകൊണ്ട് ചോദിച്ച് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാ കണ്ടക്ടർമാരെ പണി പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ. കണ്ടക്ടർമാരുടെ പണി പോയാലും അവർക്ക് അടിപൊളിയായിട്ട് ഇവിടെ ഇരുന്ന് ഒരു ടെൻഷനും ഇല്ലാണ്ട് ഇരുന്ന് ജോലി ചെയ്യാനുള്ള ഒരു വകുപ്പ് കൂടി ഉണ്ട്. കണ്ടക്ടർ മാത്രമല്ല, വേറെ സെക്യൂരിറ്റികൾക്കും 2 സെക്യൂരിറ്റികളും ഉണ്ട് കേട്ടോ ഈ ഒരു ബസ് സ്റ്റോപ്പിനകത്ത്. അതായത് എൻട്രിയിലേക്കും എക്സിറ്റിലും സെക്യൂരിറ്റി ഉണ്ട്, ടിക്കറ്റ് കൊടുക്കാനൊരു സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു കണ്ടക്ടർ ജോലി പോയി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, 3 കണ്ടക്ടർമാർക്ക് ഇവിടെ വേറെ ജോലി കിട്ടി. പിന്നെ ഓരോ 500 മീറ്റർ എന്ന് വെച്ചാൽ 500 മീറ്റർ ഞാൻ ഏകദേശം കണക്ക് പറഞ്ഞ കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് എനിക്ക് കാണാം അപ്പുറത്തുള്ള ബസ് സ്റ്റോപ്പ്, നമ്മുടെ മെട്രോ സ്റ്റേഷൻ നമുക്ക് ചില സ്ഥലങ്ങളിൽ കാണാമല്ലോ, അതേപോലെ കാണാൻ പറ്റും. അപ്പോൾ അത്രയും അടുത്താണ്. ഈ ഒരു അടുത്തടുത്ത് ബസ് സ്റ്റോപ്പ് കൊണ്ടുവന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സുകളുടെ തിരക്ക് കൺട്രോൾ ചെയ്യാനും ആളുകളെ, അതായത് ബസ് ഇങ്ങനെ ക്യൂ ആയിട്ട് പോകാതിരിക്കാനും പിന്നെ ആളുകളുടെ ആ ഒരു തിരക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും, അതായത് ക്ഷമ നശിക്കൂല ആളുകൾക്ക് വെയിറ്റ് ചെയ്തിട്ടുള്ള.
എന്ന് വെച്ചാൽ ഒരു ബസ് പോയി കഴിഞ്ഞ് അപ്പം തന്നെ അടുത്ത ബസ് വരും, അല്ലാതെ ഒന്നും വരിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ല. അപ്പോൾ ഞാനിവിടെ QR കോഡാണ് സ്കാൻ ചെയ്തത്. ഓൺലൈനായിട്ട് എടുക്കാം, ഓഫ്ലൈനായിട്ട് എടുക്കാം. അപ്പോൾ QR കോഡ് Paytm-ലാണ് ഞാൻ സ്കാൻ ചെയ്തത്. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പ് നമ്മൾ ഫ്രം ടു ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുന്ന പോലെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോഴാണ് കേട്ടോ എന്നെ ഞെട്ടിച്ചത്. 5 രൂപ, ഇവിടെ നിന്ന് ഒരു 4-5 സ്റ്റോപ്പ് ഉണ്ട് എനിക്ക് പോകാനായിട്ട്, 5 രൂപ ചാർജ് വന്നുള്ളൂ കേട്ടോ. അത് ഗംഭീര ഒരു അതിശയമായിട്ട് എനിക്ക് തോന്നി. മിനിമം ചാർജ് എന്ന് പറയുന്നത് 5 രൂപ. അപ്പോൾ ജൻറാം ബസ്സാണ് കേട്ടോ ഇത്. നമ്മുടെ കൊച്ചിയിലൊക്കെ ഉള്ള ആ ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഈ ഒരു ട്രാക്കിന് വേറൊരു പേരുണ്ടല്ലോ, ജൻമാർഗ് എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ഗുജറാത്തിലെ അർത്ഥം വരുന്നത് ജനങ്ങളുടെ മാർഗം എന്നാണ് കേട്ടോ. ഇതാ ഈ ഒരു QR കോഡ് നമ്മുടെ ബസ് നമ്മളിവിടെ സ്കാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ അകത്ത് കയറാനായിട്ട്. അപ്പോൾ അതാ ഡോർ ഓപ്പൺ ആയിട്ടുണ്ട്. ആ ഗേറ്റിൽ കൂടെ വേണം നമ്മൾ അകത്ത് കയറാനായിട്ട്. അകത്ത് കയറുമ്പോൾ തന്നെ ഇവിടെ 2 സ്ലൈഡിങ് ഡോർ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതൊരു പ്ലാറ്റ്ഫോമിന് ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. പ്ലാറ്റ്ഫോം നമ്പർ 1 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ. അതുപോലെ തന്നെ 2, 3, 4 4 പ്ലാറ്റ്ഫോം ഉണ്ട്. അതുപോലെ തന്നെ വെയിറ്റ് ചെയ്യാനുള്ള ആ ഒരു ചെയർ ബെഞ്ച് ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ ഒരു ടിക്കറ്റിൽ ടൈം കണ്ടോ, 3 മണിക്കൂർ ഈ ടിക്കറ്റിന് വാലിഡിറ്റി ഉണ്ട്. അതായത് എനിക്ക് ഇപ്പോൾ ബസ്സിന് പോകണ്ട, എനിക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു ടിക്കറ്റിൽ തന്നെ നമുക്ക് ഇവിടുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ടിക്കറ്റ് തന്നെ കാണിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതെന്തായാലും സംഭവം കൊള്ളാം കേട്ടോ. അപ്പോൾ ആ ഗേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം. പിന്നെ ഇതൊരു വീൽ ചെയർ ഫ്രണ്ട്ലി ആണ് കേട്ടോ. അപ്പോൾ എല്ലാ ബസ് സ്റ്റോപ്പും അങ്ങനെ തന്നെയാണ്, വീൽ ചെയർ ഫ്രണ്ട്ലി ആണ്. ഇതാ നമുക്ക് പോകാനുള്ള ബസ് വന്നു കേട്ടോ. ഇതാണ് ബസ്. അപ്പോൾ AC ബസ്സാണ്. അപ്പോൾ കണ്ടക്ടർ ഒന്നുമില്ല. 2 ഡോറും ഓട്ടോമാറ്റിക് ആയിട്ടാണ് കേട്ടോ. ഈ ഒരു ഡോറും ഓപ്പൺ ആവും. എനിക്ക് തോന്നുന്നത് സെൻസറാന്ന് തോന്നുന്നുണ്ട് അകത്തുള്ളത്. അത് തനിയെ ഓപ്പൺ ആവുന്നുണ്ട്. അവിടെ ആരും കൺട്രോൾ ചെയ്യാനൊന്നും ഇരിക്കുന്നില്ല. പിന്നെ ബസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ തന്നെ അനൗൺസ്മെൻറ്റ് കാര്യങ്ങളുണ്ട് ബസ്സിനകത്ത്. പിന്നെ ബോർഡ് ഉണ്ട്, അടുത്ത സ്റ്റോപ്പ് ഏതാണെന്നുള്ളതും ഇപ്പോൾ കഴിഞ്ഞ സ്റ്റോപ്പ് ഏതാണെന്നുള്ളതും പിന്നെ ഇനി വരാൻ പോണ സ്റ്റോപ്പ് ഏതാണെന്നുള്ളതൊക്കെ. അങ്ങനെ ബസ്സിൽ നല്ല തിരക്കാണ്. എനിക്ക് അധികം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഞാനിതാ ഇവിടെ നിന്ന് നേരെ മെയിനായിട്ട് സിറ്റികളെ തമ്മിൽ ബന്ധിപ്പിക്കാനും ലോക്കൽ ട്രാൻസ്പോർട്ട്, അതായത് ജനങ്ങൾ ഇവിടെ 70 ലക്ഷത്തിലധികം ജനങ്ങൾ താമസിക്കുന്ന ഒരു സിറ്റിയാണ് കേട്ടോ ഈ അഹമ്മദാബാദ് സിറ്റി. അപ്പോൾ ജനങ്ങൾ ഏറ്റവും കൂടുതൽ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ടൈമിങ്ങിൽ ആളുകളെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം ചെയ്തേക്കുന്നത്. ട്രാഫിക് സിഗ്നൽ പോലും ഈ ബസ്സിന് കുറേ കൺസിഡറേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. മറ്റുള്ള വാഹനങ്ങളെ അപേക്ഷിച്ചിട്ട് ഒരു ഗതാഗതക്കുരുക്കിലും പെടാതെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഈസിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി സംഭവം കേട്ടോ. രണ്ടാമത് നമ്മൾ ഈ ബസ്സിൽ തിരിച്ച് കയറിയപ്പോൾ ഞാൻ പൈസ കൊടുത്തിട്ടാണ് ടിക്കറ്റ് എടുത്തത്. 5 രൂപ കൊടുത്തിട്ടാണ് ടിക്കറ്റ് എടുത്തത്. എന്താ വെച്ചാൽ നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് നോക്കി, അതുപോലെ തന്നെ ഓഫ്ലൈൻ ടിക്കറ്റ് എങ്ങനെയാണെന്ന് നോക്കണം. അപ്പോൾ അതും ഒരു സ്ലിപ്പായിട്ട് തന്നെയാണ് കിട്ടിയത്, മെട്രോൻ്റെ ടിക്കറ്റൊക്കെ പോലത്തെ. എന്നിട്ട് ആ ടിക്കറ്റ് ജസ്റ്റ് ഇതിൽ സെൻസറിൽ കാണിച്ചിട്ടാണ് ഗേറ്റ് ഓപ്പൺ ചെയ്ത് ഞാൻ കയറിയത്. നമ്മൾ സാധാരണ KSRTC ടിക്കറ്റ് കിട്ടുന്ന പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് കയറി. അപ്പോൾ ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്. മെയിനായിട്ട് ഇറങ്ങുമ്പോഴാണ് സെക്യൂരിറ്റി നമ്മളെ ടിക്കറ്റ് ചോദിക്കുള്ളൂ, കയറുമ്പോൾ ചോദിക്കില്ല. അപ്പോൾ ഈ ഒരു വികസനം കൊണ്ട് ജനങ്ങൾക്ക് നന്മയാണോ ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ തിന്മയാണോ ഉണ്ടായിട്ടുള്ളത്, ദോഷമാണോ ഗുണമാണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുണ്ടല്ലോ ഗംഭീരമായിട്ടുണ്ട്. മോണിറ്റർ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പ്ലാറ്റ്ഫോം, ഇരിക്കാനുള്ള സൗകര്യം, കുടിക്കാനായിട്ട് വെള്ളം, എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. എമർജൻസി സൗകര്യങ്ങളെല്ലാം ഉള്ളൊരു ബസ് സ്റ്റോപ്പ് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ബസ്സുകളുടെ ഗുണനിലവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു സെറ്റപ്പ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സർക്കാർ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ചിലവാക്കിക്കോ. ഇപ്പോൾ 33 ലക്ഷം രൂപയ്ക്കൊക്കെ ബസ് സ്റ്റോപ്പ് പണി ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മര്യാദയ്ക്കൊന്നും അതിലിരിക്കാൻ പറ്റിയാൽ മതി ജനങ്ങൾക്ക്. പൈസ ചിലവാക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ജനങ്ങൾ പറയില്ല. പക്ഷെ അതുകൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവണം, അത്രേ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളത് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം എനിക്ക് വിലപ്പെട്ടത് തന്നെയാണ് കേട്ടോ അടുത്ത വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ.